കാട്ടാന പടയപ്പ വീണ്ടും ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലാണ് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് രാഹുൽ. ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്റെ സാന്നിധ്യം അറിയിക്കുക എന്ന് പറയുന്നത് ഈ പടയപ്പ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ജനവാസ മേഖലയിലാകുമ്പോൾ അത് എത്രത്തോളം ഭീതിതമാണ്, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ എത്രത്തോളം ഭീതിതമാണെന്ന് മനസ്സിലാക്കും. എന്താണ് അവിടുത്തെ അവസ്ഥ? കൃഷ്ണ, ഈ പടയപ്പ ഇപ്പോൾ തുടർച്ചയായിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്ന, അതുപോലെ തന്നെ വീടുകൾ ആക്രമിക്കുന്ന അത്തരത്തിൽ അക്രമ സ്വഭാവത്തിലേക്ക് പടയപ്പ പോയിട്ടുണ്ട്. നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചയോടുകൂടി ഗുണ്ടുമല ന്യൂ ഡിവിഷനിലെ ലയങ്ങൾക്ക് സമീപമാണ് കാട്ടാന എത്തിയത്. അവിടെ എത്തി വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും RRTയുടെ നിരീക്ഷണം ആനയ്ക്കുമേൽ കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഈ കാട്ടാന ഈ ഗുണ്ടുമല ഭാഗത്ത്, അതുപോലെ തന്നെ മറയൂർ മേഖല, ചട്ടമൂന്നാർ എന്നീ ഭാഗങ്ങളിലാണ് കറങ്ങി നടക്കുന്നത്. അത് മൂന്നാർ മേഖലയിൽ നിന്ന് ഒരല്പം മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്പെഷ്യൽ RRT ടീം മൂന്നാർ മേഖലയിലുണ്ട്. അത് മറയൂർ മേഖലയിലും ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അല്ല എങ്കിൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതും അവർ പറയുകയും ചെയ്യുന്നു. നിലവിൽ എന്തായാലും ഈ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ശരി, പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ്.